നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2024 ജൂൺ മാസത്തിലെ സുപ്രധാനമായ വാർത്താ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔപചാരികമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 ജൂൺ 23-ാം തീയതിയാണ്. പ്രഖ്യാപിച്ചത് MB രാജേഷാണ്. ശ്രീ MB രാജേഷാണിത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് സാഹിത്യ നഗരദിനം ഉത്സവം ആഘോഷിച്ചത് ജൂൺ 23-ാം തീയതിയായിരുന്നു. കോഴിക്കോട് സാഹിത്യ നഗരദിനം ആഘോഷിച്ചത് ജൂൺ 23-നായിരുന്നു. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓം ബിർള. 18ാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർളയാണ്. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നഡ്ഡയാണ്. 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നഡ്ഡയാണ്. P. വത്സലയുടെ അവസാനത്തെ നോവൽ ആണ് ചിത്രലേഖ എന്നത്. P. വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. 2023 നവംബർ 21-നാണ് P. വത്സല അന്തരിച്ചത്. P. വത്സല 2023 നവംബർ 21-ന് അന്തരിച്ചു. അതുകൊണ്ട് തന്നെ P. വത്സലയുടെ അവസാനത്തെ നോവലായ ചിത്രലേഖ പരീക്ഷയ്ക്ക് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒന്നാണ്. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കുവാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ കുടുംബശ്രീ ആണ് കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കുവാൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കേന്ദ്രങ്ങളാക്കുവാൻ ആരംഭിക്കുന്ന സ്ഥാപനം. പുതിയ കേരള ലോകായുക്തയായിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് N. അനിൽകുമാർ. പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്ന വ്യക്തിയുടെ പേരാണ് ജസ്റ്റിസ് N. അനിൽകുമാർ. 2024 ജൂൺ GI ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വന ഉൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. 2024 പുറത്തുവന്ന ആഗോള ലിംഗ സമത്വ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129ആണ്. ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 2024 പുറത്തുവന്ന ഇൻ്റർനാഷണൽ ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129ആണ്. ഒന്നാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഐസ്ലൻഡ്, ഫിൻലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി അഥവാ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് ചേവായൂരാണ്, കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി അഥവാ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് കോഴിക്കോട് ചേവായൂർ എന്ന സ്ഥലത്താണ്. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് സപ്ലൈകോ. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് സപ്ലൈകോ. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആണ് ജൂൺ 29. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ജൂൺ 29. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പുസ്തകത്തോണി. ലോക ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ 2024 പ്രമേയമാണ് തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ 2024 പ്രമേയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതാണ്: ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് മാർക്ക് റൂട്ടെ. മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സഞ്ജന ഠാക്കൂർ. ഐശ്വര്യ റായ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന ഠാക്കൂറാണ്. ഐശ്വര്യ റായ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്.
കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്കോൾ കേരള. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് സ്കോൾ കേരള എന്നത്. ടീസ്റ്റ നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ടീസ്ത നദീജല കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ മിൽമ മില്ലിമാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മിൽമ മില്ലിമാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടിയാണ്, തിരുവനന്തപുരത്താണ്. ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെൻറ്റർ അത് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻ്ററാണ്, ഉത്തർപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സെൻറ്റർ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻറ്റർ, അത് ഉത്തർപ്രദേശിലാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് E6 എന്ന പേടകം ഏത് രാജ്യത്തിൻ്റെതാണ്? അത് ചൈനയുടേതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് E6 എന്ന പേടകം ചൈന എന്ന രാജ്യത്തിൻ്റെതാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത് ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത് ജൂൺ 23 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് നീങ്ങാം ആഘോഷിക്കാം എന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് നീങ്ങാം നമുക്ക് ആഘോഷിക്കാം എന്നത്. 2020 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ 200 സിക്സറുകൾ പൂർത്തിയാക്കുന്ന ആദ്യ താരമാണ് രോഹിത് ശർമ്മ. 2020 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ 200 സിക്സറുകൾ പൂർത്തിയാകുന്ന ആദ്യ താരം രോഹിത് ശർമ്മയാണ്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ IPCക്ക് പകരം വന്നിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത. CRPCക്ക് പകരം വന്നിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നിരിക്കുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്നിരിക്കുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയവും ആണ്. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ് ഓറൻ നോൾസൺ. അദ്ദേഹം UK സ്വദേശിയാണ്. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കുന്നതിന് മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ഓറൽ നോൾസൺ എന്നത്. 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബാല്യകാല സഖ്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ MN കാരശ്ശേരി. 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബാല്യകാല സഖ്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ MN കാരശ്ശേരി. അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ബഹിരാകാശത്തെ ഗുരുത്വബലം കുറഞ്ഞ സാഹചര്യത്തിൽ ജനിതകമാറ്റം സംഭവിച്ച ബാക്ടീരിയയുടെ പേരാണ് എൻഡറോബാക്ടർ ബുഗാൻഡനിസ് എന്നത്. അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ബഹിരാകാശത്തെ ഗുരുത്വബലം കുറഞ്ഞ സാഹചര്യത്തിൽ ജനിതകമാറ്റം സംഭവിച്ച ബാക്ടീരിയയുടെ പേരാണ് എൻഡറോബാക്ടർ ബുഗൻഡനസിസ് എന്നത്. ന്യൂയോർക്ക് ആസ്ഥാനമായി അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളിയുടെ പേരാണ് പ്രദീപ് പുത്തൂർ എന്നത്. ന്യൂയോർക്ക് ആസ്ഥാനമായ അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് പ്രദീപ് പുത്തൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് 10ാം ഉദയം എന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് 10ാം ഉദയം എന്നത്. ചാരവൃത്തി നിയമം ലംഘിച്ച കേസിൽ 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സിന്റെ സ്ഥാപകന്റെ പേരാണ് ജൂലിയൻ അസാഞ്ച്. ചാരവൃത്തി നിയമം ലംഘിച്ച കേസിൽ 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സ് സ്ഥാപകന്റെ പേരാണ് ജൂലിയൻ അസാഞ്ചസ്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് ജിസാറ്റ് N2 GSAT 20 എന്നത്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 എന്നത്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് ജിസാറ്റ് N2, അതായത് ജിസാറ്റ് 20 എന്നുള്ളതാണ് ഇത്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്
പദ്ധതി ആരംഭിച്ചത് 2017 പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്. പദ്ധതി ആരംഭിച്ചത് 2017 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ചെനാബ് പാലം. ഇത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ചെനാബ് പാലം. ഇത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. 2024 ജൂണിൽ അന്തരിച്ച ഡക്വർത്ത് ലൂയിസ് മഴ നിയമം ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരാണ് ഫ്രാങ്ക് കാർട്ടർ ഡക്വർത്ത്. ഡക്വർത്ത് ലൂയിസ് നിയമം പ്രയോഗിക്കുന്നത് ക്രിക്കറ്റിലാണ്. 2024 ജൂണിൽ അന്തരിച്ച ഡക്വർത്ത് ലൂയിസ് മഴ നിയമം ആവിഷ്കരിച്ച വ്യക്തി ഫ്രാങ്ക് കാർട്ടൺ ഡക്വർത്ത്. ഡക്വർത്ത് ലൂയിസ് നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത് ക്രിക്കറ്റിലാണ്. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രമാണ് ഗഗനചാരി. ഇതിൻ്റെ സംവിധായകൻ്റെ പേരാണ് അരുൺ ചന്തു. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രത്തിൻ്റെ പേരാണ് ഗഗനചാരി. സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ചന്തുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് കർണാടകത്തിലെ ബെന്നാർഘട്ടയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് കർണാടകത്തിലെ ബെന്നാർഘട്ടയിലാണ്. 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഗോസ് യു എന്നതാണ്. 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഗോസ് യു എന്നത്. ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് അയോധ്യയിലാണ്. അയോധ്യയിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചു വരുന്നത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. 2023 കേന്ദ്ര ഭാഷാ സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ്റെ പേരാണ് ഡോക്ടർ KG പൗലോസ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസയാണ്. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരമാണ് പിന്നിട്ട വഴികളും വരികളും എന്നത്. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരമാണ് പിന്നിട്ട വഴികളും വരികളും. ഇതിൻ്റെ രചയിതാവ് ശ്രീ അനീഷ് സ്നേഹയാത്രയാണ്. 2024 ജൂണിൽ അന്തരിച്ച കൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളിയാണ് P. തങ്കപ്പൻ നായർ. കൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളിയാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് P. തങ്കപ്പൻ നായർ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ എന്ന പേരിലാണ്. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ എന്ന പേരിലായിരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളായ കോളനികൾ ഇനി മുതൽ നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സങ്കേതം എന്ന പേര് ഉന്നതിയെന്നും ഊര് എന്നത് പ്രകൃതി എന്നുമാക്കി ഓരോ പ്രദേശത്തും താൽപ്പര്യമുള്ള കാലാനുസൃതമായ പേരുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉത്തരവാക്കിയത് മുൻ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K. രാധാകൃഷ്ണനാണ്. നിലവിൽ അദ്ദേഹം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള MP-യാണ്. തുടർച്ചയായ 2 ദിവസങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ട കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, തൃശൂർ എന്നിവ. തുടർച്ചയായ 2 ദിവസങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ട കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, തൃശൂർ. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. മാനന്തവാടി MLA ആണ് OR കേളു. ദേശീയ വായന ദിനമായി ആചരിക്കുന്നത് നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിനമാണ് ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമ ദിനമാണ് ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമ ദിനമാണ് ജൂൺ 19. 2017 മുതലാണ് ദേശീയ വായനാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത്. 1996 ജൂൺ 19 മുതൽ കേരള സർക്കാർ വായനാ ദിനം ആചരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങളാണ് മിഥാലി രാജ് 7 സെഞ്ചുറിയും സ്മൃതി മന്ദന 6 സെഞ്ചുറിയും. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരങ്ങളാണ് മിഥാലി രാജ് 7 സെഞ്ചുറിയും സ്മൃതി മന്ദന 6 സെഞ്ചുറിയും. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയുടെ പേരാണ് NVIDIA. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയാണ് NVIDIA. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് ചിപ്പ് നിർമ്മാണ കമ്പനിയായ NVIDIA-യാണ്. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് ചിപ്പ് നിർമ്മാണ കമ്പനിയായ NVIDIA ആണ്.
18ാമത് ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മെഹ്താബ് ആണ്. 18ാമത് ലോക്സഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മെഹ്താബ് ആണ്. 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. 7ാം തവണയാണ് ഇദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 7ാം തവണയാണ്. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ്. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ്. യോഗാ ദിനമായിട്ട് ആചരിക്കുന്ന ദിനമാണ് ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 21. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദിയാണ് ശ്രീനഗർ, കാശ്മീരിലാണ് ഇത്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗറാണ്, കാശ്മീരിലാണ് ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ അഥവാ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകൻ്റെ പേരാണ് പ്രൊഫസർ CV ചന്ദ്രശേഖർ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകൻ്റെ പേരാണ് പ്രൊഫസർ CV ചന്ദ്രശേഖർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽപാലം നിലവിൽ വരുന്നത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽപാലം നിലവിൽ വരുന്നത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. ചിനാബ് നദിക്ക് മുകളിൽ കൂടിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് എസ്റ്റോണിയ. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് എസ്റ്റോണിയ. 2ാം സ്ഥാനത്ത് ലക്സംബർഗും 3ാം സ്ഥാനത്ത് ജർമ്മനിയുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 176ാമതാണ്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ അഥവാ എൻവയോൺമെൻ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് എസ്റ്റോണിയ. 2ാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ്, 3ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 176ആണ്. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗശക്തി എന്നത്. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗശക്തി. ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, US, ജർമ്മനി, സിംഗപ്പൂർ, UK, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, US, ജർമ്മനി, സിംഗപ്പൂർ, UK, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് ഭുജ് സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് ഭുജ് സ്മൃതിവനം. ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ മ്യൂസിയം 2022 ഓഗസ്റ്റിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ മ്യൂസിയം 2022 ഓഗസ്റ്റിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ആയിരുന്നു. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയുടെ പേരാണ് രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയുടെ പേരാണ് രഞ്ജുമോൾ മോഹൻ. ഇന്ത്യയിൽ ആദ്യമായി അഥവാ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞത്താണ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവുമധികം സമുദ്ര മത്സ്യലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവുമധികം സമുദ്ര മത്സ്യലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2ാം സ്ഥാനത്ത് കേരളമാണ്. ജീവിതം ഒരു പാഠപുസ്തകമെന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഗോപിനാഥ് മുതുകാട്. ജീവിതം ഒരു പാഠപുസ്തകമെന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാടാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ക്യൂംബ്രെ എന്നാണ്. ക്യൂംബ്രെ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ്
കോംബ്രെ, ഇത് പ്യൂമ എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് കപ്പിത്താൻ എന്നു പേരുള്ള ഒരു കഴുകൻ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യചിഹ്നം കപ്പിത്താൻ എന്ന പേരുള്ള ഒരു കഴുകനാണ്. 2024 യൂറോ കപ്പിൻ്റെ വേദിയാണ് ജർമ്മനി. 2024 യൂറോ കപ്പിൻ്റെ വേദി ജർമ്മനിയാണ്. 2024 യൂറോ കപ്പിൻ്റെ ഔദ്യോഗിക പന്ത് ഫുസ്ബെല്ലിബെ എന്നാണ്. ഫുസ്ബെല്ലിബെ. 2024 യൂറോ കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ഫുസ്ബെല്ലിബെ. ജർമ്മൻ പേരിൻ്റെ അർത്ഥം ഫുട്ബോളിൻ്റെ ഇഷ്ടം എന്നാണ്. ജർമ്മൻ പേരിൽ ഈ പേരിൻ്റെ അർത്ഥമാണ് ഫുട്ബോളിൻ്റെ ഇഷ്ടം എന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അണുബാധ വ്യാപിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അണുബാധ വ്യാപിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. മാംസം ഭക്ഷിക്കുന്ന അപൂർവ ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. മാംസം ഭക്ഷിക്കുന്ന അപൂർവ ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. കൂനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ താമസിപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം. ഇത് മധ്യപ്രദേശിലാണ്. കൂനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ താമസിപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം. ഇത് മധ്യപ്രദേശിലാണ്. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRI സിപ്രി എന്നാണിത് അറിയപ്പെടുന്നത്. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യയാണ്. 2ാം സ്ഥാനത്ത് അമേരിക്കയും 3ാം സ്ഥാനത്ത് ചൈനയുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ്. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യയും 2ാം സ്ഥാനത്ത് അമേരിക്കയും 3ാം സ്ഥാനത്ത് ചൈനയും ആണ്. ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ്. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറമാണ് നിർബന്ധമാക്കുന്നത്. റോഡ് സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് മഞ്ഞ നിറമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ L ബോർഡും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനായിട്ട് ഉള്ളത്. അതാണ് ഇനി മുതൽ മഞ്ഞ നിറത്തിൽ വരാൻ പോകുന്നത്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ദക്ഷിണേഷ്യയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യവും തായ്ലൻഡാണ്. ദക്ഷിണേഷ്യയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യമാണ് തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യങ്ങളാണ് നേപ്പാളും തായ്വാനുമാണ്. 3ാമത് വന്നിരിക്കുന്നത് തായ്ലൻഡാണ്. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. 85.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ്. 2ാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ്. 3ാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ് നിലവിൽ ഉള്ളത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യം സ്വീഡനും 3ാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ് ഉള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 109ാം സ്ഥാനത്താണ്. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. 2ാം സ്ഥാനം അയർലൻഡിനും 3ാം സ്ഥാനം ഓസ്ട്രിയയ്ക്കുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 116ആണ്. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡും 2ാം സ്ഥാനത്തുള്ള രാജ്യം അയർലൻഡും 3ാം സ്ഥാനം ഓസ്ട്രിയയ്ക്കുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 116ാമതാണ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പലിൻ്റെ പേരാണ് INS സൂററ്റ് എന്നത്. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പലാണ് INS സൂററ്റ്.
ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖറാണ്. ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖറാണ്. ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് പോഡ. PODA ആണ് കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി. 2024 ജൂണിൽ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളിയാണ് പ്രദീപ് പുത്തൂർ. 2024 ജൂണിൽ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളിയാണ് ശ്രീ പ്രദീപ് പുത്തൂർ. ചിത്രകലാരംഗത്തെ 25 വർഷത്തെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം ലഭ്യമായത്. ചിത്രകലാരംഗത്ത് 25 വർഷത്തെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 ജൂണിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 124ആണ്. 2024 ജൂണിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 124ആണ്. അർജന്റീന, ഫ്രാൻസ്, ബെൽജിയം എന്നീ രാജ്യങ്ങൾ ആണ് ആദ്യത്തെ 3 സ്ഥാനത്തുള്ളത്. അർജന്റീന, ഫ്രാൻസ്, ബെൽജിയം എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനത്തുള്ളത്. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ജൂൺ 15ആണ്. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ജൂൺ 15ആണ്. 2024 ജൂൺ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്ര മന്ത്രാലയമാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. 2024 ജൂൺ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രാലയമാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം 2024 അർഹനായത് MN കാരശ്ശേരിയാണ്. ബഷീറിൻ്റെ ബാല്യകാല സഖി പുരസ്കാരം 2024 അർഹനായത് MN കാരശ്ശേരിയാണ്. HR കൺസൾട്ടൻസിയായ മെൻസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിൽ 1ാം സ്ഥാനത്തുള്ള നഗരം ഹോങ്കോങ്, 2ാം സ്ഥാനത്ത് സിംഗപ്പൂർ, 3ാം സ്ഥാനത്ത് സൂറിച്ച് ആണ്. അതായത് ഈ 3 സംസ്ഥാനങ്ങളുമാണ് 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. HR കൺസൾട്ടൻസിയായ മെൻസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിൽ 1ാം സ്ഥാനത്തുള്ള നഗരമാണ് ഹോങ്കോങ്, സിംഗപ്പൂർ, സൂറിച്ച് എന്നിവ. മെൻസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. മെൻസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള വ്യക്തിയാണ് വിരാട് കോഹ്ലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള വ്യക്തി ആണ് വിരാട് കോഹ്ലി. എൻ്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ഇന്ദുലേഖ വയലാർ. എൻ്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ഇന്ദുലേഖ വയലാർ. ലോക അഭയാർത്ഥി ദിനം വേൾഡ് റെഫ്യൂജി ഡേ ആണ് ജൂൺ 20. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ജൂൺ 20-നാണ്. 2024 ലോക അഭയാർത്ഥി ദിനത്തിൻ്റെ പ്രമേയമാണ് ഫോർ എ വേൾഡ് വെയർ റെഫ്യൂജീസ് ആർ വെൽക്കംഡ്. 2024 ലോക അഭയാർത്ഥി ദിനത്തിൻ്റെ പ്രമേയമാണ് ഫോർ എ വേൾഡ് വെയർ റെഫ്യൂജീസ് ആർ വെൽക്കംഡ്. ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ A. സുകുമാരൻ നായർക്കാണ്. ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ A. സുകുമാരൻ നായർക്കാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. 2024 ജൂണിൽ എത്ര അംഗങ്ങളടങ്ങിയ കേന്ദ്ര മന്ത്രിസഭയാണ് അധികാരമേറ്റതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 72 72 അംഗങ്ങളടങ്ങിയ കേന്ദ്ര മന്ത്രിസഭയാണ് 2024 ജൂണിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയത്. 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികളായിരുന്നു സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ. 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളായ മലയാളികളാണ് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ. മലയാള സിനിമയിൽ നിന്നുള്ള ആദ്യ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. മലയാള സിനിമയിൽ നിന്നുള്ള ആദ്യ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. 3ാം മോദി സർക്കാർ ക്യാബിനറ്റിലെ വനിതാ മന്ത്രിമാരാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ്റെ വകുപ്പ് ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം എന്നിവയാണ്. അന്നപൂർണ ദേവിയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം മുതലായ വകുപ്പുകളാണ്. ലോക സാമ്പത്തിക ഫോറം 2024 ജൂണിൽ പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്.
ലോക സാമ്പത്തിക ഫോറം 2024 ജൂണിൽ പുറത്തിറക്കിയ ആഗോള ലിംഗ സമത്വ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലൻഡ്, 2-ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ്, 3-ാം സ്ഥാനത്തുള്ളത് നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 129-ാമതാണ്. ആഗോള ലിംഗ സമത്വ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡും, 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡും, 3-ാം സ്ഥാനത്ത് നോർവേയും. ഇന്ത്യയുടെ സ്ഥാനം 129-ാമതുമാണ്. 2023 ഇന്ത്യ 127-ാമത്തെ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് എന്നത്. 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് എന്ന റോക്കറ്റ്. 2024 ജൂണിൽ അന്തരിച്ച ഈ നാട് മാധ്യമ ഗ്രൂപ്പിൻ്റെ ചെയർമാനും റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായ വ്യക്തിയാണ് റാമോജി റാവു. 2024 ജൂണിൽ അന്തരിച്ച ഈ നാട് എന്ന മാധ്യമ ഗ്രൂപ്പിൻ്റെ ചെയർമാനും റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായ വ്യക്തിയാണ് രാമോജി റാവു. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് അനാമിക ബി രാജീവ്. 2024 ജൂൺ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുടെ വ്യക്തിയാണ് രുചിര കാംബോജ. 2024 ജൂണിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുമായ വ്യക്തിയാണ് രുചിര കാംബോജ. സംഗീത നാടക അക്കാദമി പുരസ്കാരം 2023 ഫെലോഷിപ്പിന് തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രൊഫസർ പാറശാല രവി. ഇദ്ദേഹം ഒരു മൃദംഗ ആചാര്യനാണ്. സംഗീത നാടക അക്കാദമി പുരസ്കാരം 2023 ഫെലോഷിപ്പിന് തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രൊഫസർ പാറശാല രവി. അദ്ദേഹം ഒരു മൃദംഗ ആചാര്യനാണ്. അടുത്തയാളാണ് TM എബ്രഹാം. ഇദ്ദേഹം ഒരു നാടക സംവിധായകനാണ്. മൂന്നാമത്തെ വ്യക്തിയാണ് കലാവിജയൻ. ഇത് മോഹിനിയാട്ടം കലാകാരിയാണ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. നോർവേക്കാരനാണ് മാഗ്നസ് കാൾസൺ. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. അദ്ദേഹം നോർവേ സ്വദേശിയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് 3-ാം സ്ഥാനം ആണ് ഇവിടെ ലഭിച്ചത്. 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരാണ്? 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. നോർവേക്കാരനായ മാഗ്നസ് കാൾസണും ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററായ പ്രജ്ഞാനന്ദയ്ക്ക് 3-ാം സ്ഥാനവുമാണ് ഇവിടെ ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് PK മിശ്ര. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് PK മിശ്ര. 2024 ജൂണിൽ KASA എന്ന ബഹിരാകാശ ഏജൻസി ആരംഭിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. 2024 ജൂണിൽ KASA എന്ന ബഹിരാകാശ ഏജൻസി ആരംഭിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. 2024 ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് വില്യം ആൻഡേഴ്സൺ. 2024 അന്തരിച്ചുപോയ വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം ആൻഡേഴ്സൺ. ഭൂമിയുടെ ഉദയം, അതായത് സൂര്യോദയം ക്യാമറയിൽ പകർത്തിയ വ്യക്തി, അല്ലെങ്കിൽ ഭൂമി ഉദിച്ചു വരുന്നത് ക്യാമറയിൽ പകർത്തിയ വ്യക്തിയാണ് US ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം ആൻഡേഴ്സൺ. 2024 യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് യൂറോകപ്പിന് വേദിയാകുന്നത് ജർമ്മനിയാണ്. 2024 യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ജർമ്മനിയാണ്. 2024 ഭാഗ്യചിഹ്നമാണ് ആൽബർട്ട് എന്ന കരടിയാണ്. 2024 ഭാഗ്യചിഹ്നമാണ് ആൽബർട്ട് എന്ന കരടി. അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിട്ടുള്ള വ്യക്തിയാണ് TK ചാത്തുണ്ണി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഫുട്ബോൾ മൈ സോൾ എന്നത്. 2024 ഭാഗ്യചിഹ്നം, അതായത് യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ, അതായത് യൂറോ കപ്പിൻ്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള അത് ആൽബർട്ട് എന്ന കരടിയായിരുന്നു. അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തിയാണ് TK ചാത്തുണ്ണി. ഫുട്ബോൾ മൈ സോൾ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന കാൽ നടപ്പാലം നിലവിൽ വരുന്ന രാജ്യമാണ് ഹംഗറി. ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന കാൽനടപ്പാലം നിലവിൽ വരുന്ന രാജ്യമാണ് ഹംഗറി. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്യമൃഗശല്യം തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആദ്യമായി സ്ഥാപിക്കുന്നത് ചെതലയം ഫോറസ്റ്റ് റേഞ്ച് വയനാടാണ്. ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12 ആണ്. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 12 ആണ്.
2024 ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻഡ് ചൈൽഡ് ലേബർ എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് ഈ പറയുന്ന ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ഇഗ സ്വിയാടെക്. പോളണ്ട് സ്വദേശിനിയാണ് ഇവർ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ഇഗ സ്വിയാടെക്. പോളണ്ട് സ്വദേശിനിയാണ് ഇദ്ദേഹം. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ സ്വദേശിയാണ് കാർലോസ് അൽക്കാരസ്. 2024 ജൂണിൽ അന്തരിച്ച കൊളസ്ട്രോൾ മരുന്ന് കണ്ടുപിടിച്ച ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ്റെ പേരാണ് അകിര എൻഡോ. 2024 ജൂണിൽ അന്തരിച്ചുപോയ കൊളസ്ട്രോൾ മരുന്ന് കണ്ടുപിടിച്ച ജാപ്പനീസ് ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ജൂൺ 2024 അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് അകിര എൻഡോ എന്നത്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയുടെ പേരാണ് പേമ ഖണ്ഡു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പേമ ഖണ്ഡു ആണ്. തുടർച്ചയായി 3-ാം തവണയാണ് പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നത്. തുടർച്ചയായ 3-ാം തവണയാണ് പേമ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് മാറ്റപ്പെടുന്നത്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ലയാണ്. 2024 കുടുംബശ്രീ കലോത്സവത്തിന് വേദിയായത് കാസർഗോഡ് ജില്ലയുമാണ്. അടുത്തിടെ പ്രകാശനം ചെയ്ത വിശ്വാസപൂർവ്വം എന്ന ആത്മകഥ എഴുതിയത് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ആണ്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ലയാണ്. വേദി കാസർഗോഡായിരുന്നു. അടുത്തിടെ പ്രകാശനം ചെയ്ത വിശ്വാസപൂർവ്വം എന്ന ആത്മകഥ എഴുതിയത് കാന്തപുരം AP അബൂബക്കർ മുസലിയാറാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ബാല പദ്ധതി എന്നത്. കേരള വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ബാല പദ്ധതി. കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണമാണ് 7. കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7 ആണ്. 3 നരേന്ദ്രമോദി സർക്കാരിലും അംഗമായ ഏക വനിതയുടെ പേരാണ് നിർമ്മല സീതാരാമൻ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 3 സർക്കാരിലും അംഗമായ ഏക വനിതയുടെ പേരാണ് നിർമ്മല സീതാരാമൻ. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി എന്നത്. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി. ഒഡീഷയുടെ 15ാമത്തെ മുഖ്യമന്ത്രി ആണ് ഈ പറയുന്ന മോഹൻ ചരൺ മാജി എന്നത്. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ. കേരളം സമ്പൂർണ്ണ പേവിഷ മുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി. കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ എന്നതാണ് കാവ പദ്ധതി. കേരളം സമ്പൂർണ്ണ പേവിഷ മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി. കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ എന്നതാണ് ഇത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് ഡോവലാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് ഡോവലാണ്. ഈ പദവിയിൽ തുടർച്ചയായി 3 തവണ നിയമിതനാകുന്ന ആദ്യ വ്യക്തിയാണ് അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് അജിത് ഡോവൽ. ഈ പദവിയിൽ തുടർച്ചയായി 3 തവണയാണ് അദ്ദേഹം നിയമിതനായത്. ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രിയാണ് ആലുവ ജില്ലാ ആശുപത്രി. ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അന്തർദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രിയാണ് ആലുവ ജില്ലാ ആശുപത്രി. 2025 ജൂനിയർ ഹോക്കി ലോകകപ്പിൻ്റെ വേദിയാണ് ഇന്ത്യ. 2025 ജൂനിയർ ഹോക്കി ലോകകപ്പിന് വേദിയായത് ഇന്ത്യയാണ്. ടൈഗർ റിസർവ് ആക്കാനൊരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ടൈഗർ റിസർവ് ആക്കാനായിട്ടൊരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവ. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേരാണ് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവ. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ചന്ദ്രബാബു നായിഡുവാണ്.
ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ചന്ദ്രബാബു നായിഡുവാണ്. 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നത്. 2024 ജൂണിൽ തുറമുഖത്ത് എത്തിയ നാവികസേനാ കപ്പൽ 2024 ജൂണിൽ നീരണിഞ്ഞ നാവികസേനാ കപ്പലിൻ്റെ പേരാണ് INS സത്ലജ് 17 എന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരാണ് ഷെൻഹുവ 15 എന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരാണ് ഷെൻഹുവ 15. പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വിദ്യാ അമൃതം എന്നത്. പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലൊരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാ അമൃതം എന്ന പദ്ധതി. 3ാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യമാണ് ഇറ്റലി. 3ാം തവണയും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് ഇറ്റലി. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൻ്റെ വേദിയാണ് കൊച്ചി. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൻ്റെ വേദിയാണ് കൊച്ചി. ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ജൽ ജീവൻ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കിയതിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തിയ ജില്ലയാണ് കൊല്ലം ജില്ല. ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കിയതിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമത് എത്തിയ ജില്ലയാണ് കൊല്ലം ജില്ല. AIR ലോറ എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രായേൽ. AIR ലോറ എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രായേൽ. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ എന്നത്. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമീറ എന്നത്. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രത്തിൻ്റെ പേരാണ് കൈമീറ. ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസിൻ്റെ 112ാമത് സെഷൻ്റെ വേദിയാണ് ജനീവ. ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസിൻ്റെ 112ാമത് സെഷൻ്റെ വേദിയാണ് ജനീവ. ഇത് സ്വിറ്റ്സർലൻഡിലാണ്. ഒഡീഷയിലെ ആദ്യ മുസ്ലിം വനിതാ MLAയുടെ പേരാണ് സോഫിയ ഫിർദൌസ്. ഒഡീഷയിൽ നിന്നും വിജയിച്ചു വന്ന ആദ്യത്തെ മുസ്ലിം വനിതാ MLAയുടെ പേരാണ് സോഫിയ ഫിർദൌസ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിൻ്റെ ആത്മകഥ. ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത്. ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത്. 2024 ജൂൺ G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇറ്റലി. 2024 ജൂണിൽ G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമായിരുന്നു ഇറ്റലി. 2024 ജൂണിൽ G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇറ്റലി. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത് അമരാവതി എന്ന സ്ഥലമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത് അമരാവതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായത് വിജയ ഭാരതി സയാനിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായത് വിജയ ഭാരതി സയാനിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനാണ് ശ്രീ K ബൈജു നാഥ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനാണ് K ബൈജു നാഥ്. 2024 ജൂണിൽ 49ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തമുണ്ടായ രാജ്യമാണ് കുവൈറ്റ്. 2024 ജൂണിൽ 49ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തമുണ്ടായ രാജ്യമാണ് കുവൈറ്റ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് പനാമ. ഇതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് പനാമ. ഇതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോദ് വാദകനുമായിട്ടുള്ള വ്യക്തിയാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തിയാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ലോകാരോഗ്യ സംഘടന പക്ഷിപ്പനി ബാധിച്ചുള്ള ആദ്യ മരണം സ്ഥിരീകരിച്ച രാജ്യമാണ് മെക്സിക്കോ. ലോകാരോഗ്യ സംഘടന പക്ഷിപ്പനി ബാധിച്ചുള്ള ആദ്യ മരണം സ്ഥിരീകരിച്ച രാജ്യമാണ് മെക്സിക്കോ.
ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടാണ് പ്രേം സിംഗ് തമാങ് തുടർച്ചയായി രണ്ടാം തവണയും അധികാരമേറ്റത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സിക്കിം. സിക്കിം എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രേം സിംഗ് തമാങ് തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയത്. നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2014 വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളമാണ്. നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയറാണ് രാജാജി രാഘതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയറാണ് രാജാജി രാഘതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡ്. UN അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് 2025 UN അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് 2025 ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള മാന്നാർ കടലിടുക്കിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിപ്പി വർഗ്ഗമാണ് അസറ്റോക്സിനസ് രവിചന്ദ്രാനി എന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള മാന്നാർ കടലിടുക്കിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിപ്പി വർഗ്ഗമാണ് അസറ്റോക്സിനസ് രവിചന്ദ്രാനി. ഭൗമശാസ്ത്ര സെക്രട്ടറിയായ രവിചന്ദ്രനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ഭൗമശാസ്ത്ര സെക്രട്ടറിയായ രവിചന്ദ്രനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകന്റെ പേരാണ് ക്രിസ്റ്റോഫ് ഡിലോയർ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകന്റെ പേരാണ് ക്രിസ്റ്റോഫ് ഡിലോയർ എന്നത്. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയത് ഷീല ആയിരുന്നു. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയത് ഷീല ആയിരുന്നു. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ് റയൽ മാഡ്രിഡ്. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ് റയൽ മാഡ്രിഡ്. 2024 ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2024 ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസ് H9N2 മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സൈന്യത്തിലെ മേജർ ജനറലായിരുന്നു രാധിക സെൻ. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സൈന്യത്തിലെ മേജർ ആണ് രാധിക സെൻ. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവായത് മാക്സ് വെസ്റ്റപ്പനാണ്. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവ് മാക്സ് വെസ്റ്റപ്പനാണ്. FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 വേദിയാണ് ഇന്ത്യ. FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 വേദി ഇന്ത്യയാണ്. മോംഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. മോംഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയായ കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ദ നെയിം യു നോ ദ സ്റ്റോറി യു ഡോണ്ട്. ഇന്ത്യയിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയായ കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ദ നെയിം യു നോ ദ സ്റ്റോറി യു ഡോണ്ട്. സംവിധാനം കുശാൽ ചൗളയാണ്. ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, അത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവ. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡൗട്ട് റിസൈലൻസ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എന്നത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എന്നത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമായിരുന്നു സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങളാണ് 2011, 2018 എന്നിവ. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങളാണ് 2011, 2018 എന്നിവ. ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളാണ് ബീഹാറിലെ നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവും.
ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകളാണ് ബീഹാറിലെ നാഗി പക്ഷി സങ്കേതവും നാഗ്തി പക്ഷി സങ്കേതവും. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു. കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് N കൃഷ്ണകുമാറാണ്. കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് N കൃഷ്ണകുമാറാണ്. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ്. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ്. 5 പര്യവേഷണ യാത്രകളിലായി 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ് കോനോനെങ്കോ. 5 പര്യവേഷണ യാത്രകളിലായി 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ് കോനോനെങ്കോ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയാണ് അരങ്ങ് 2024. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയാണ് അരങ്ങ് 2024. ഇതിൻ്റെ വേദി കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ആണ് അരങ്ങ് 2024ൻ്റെ വേദി. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ്റെ പേരാണ് BRP ഭാസ്കർ. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ്റെ പേരാണ് BRP ഭാസ്കർ. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച BRP ഭാസ്കറിൻ്റെ ആത്മകഥയാണ് ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്നത്. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച BRP ഭാസ്കറിൻ്റെ ആത്മകഥയുടെ പേരാണ് ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്നത്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MED വികസിപ്പിച്ചെടുത്ത ആപ്പിൻ്റെ പേരാണ് വിദ്യാ വാഹൻ എന്നത്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MED വികസിപ്പിച്ചെടുത്ത ആപ്പിൻ്റെ പേരാണ് വിദ്യാ വാഹൻ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് E6 ഏത് രാജ്യത്തിൻ്റെ പേടകമാണ്? ചൈനയുടെ പേടകമാണ് ഇത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് E6 ഏത് രാജ്യത്തിൻ്റെ പേടകമാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചൈന. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ അത് നേരത്തെ കണ്ടെത്താനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. ഇത് മധ്യപ്രദേശിലാണ്. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8 ലോക സമുദ്ര ദിനം. 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയമാണ് പുതിയ ആഴങ്ങളെ ഉണർത്തുക, അവേക്കൻ ന്യൂ ഡെപ്ത് എന്നത്. 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയമാണ് പുതിയ ആഴങ്ങളെ ഉണർത്തുക, അവേക്കൻ ന്യൂ ഡെപ്ത് എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് നടപ്പിലാക്കുന്ന ആൻവിറ്റി പദ്ധതി, അതിൻ്റെ പേരാണ് ജീവാനന്ദം എന്നത്. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് നടപ്പിലാക്കുന്ന ആൻവിറ്റി പദ്ധതിയുടെ പേരാണ് ജീവാനന്ദം പദ്ധതി. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ നിശ്ചിത തുക മാസം തോറും തിരികെ നൽകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ നിശ്ചിത തുക മാസം തോറും തിരികെ നൽകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 7. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 7. 2024 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയമാണ് ഭക്ഷണ സുരക്ഷ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നത്. 2024 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയമാണ് ഭക്ഷണ സുരക്ഷ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നത്. ഫുഡ് സേഫ്റ്റി, പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് എന്നത്. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷാണ്. 8ാമത്തെ തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആവുന്നത്. മാവേലിക്കരയിൽ നിന്നുമാണ് ഇദ്ദേഹം MP ആയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് ആണ്. 8ാമത്തെ തവണയാണ് ഇദ്ദേഹം MP ആവുന്നത്. മാവേലിക്കരയിൽ നിന്നുമുള്ള MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്.
18ാമത് ലോക്സഭാ ഇലക്ഷൻ 2024 ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് ശങ്കർ ലൽവാനി. 18ാമത് ലോക്സഭാ ഇലക്ഷൻ 2024 നടന്നപ്പോൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് ശങ്കർ ലാൽവാനി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് രവീന്ദ്ര ദത്താറാം എന്നത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് രവീന്ദ്ര ദത്താറാം. തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. ഹൈദരാബാദാണ് തെലങ്കാനയുടെ തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം ആയിരുന്നു. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം ആണ്. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു. UPI യുണൈറ്റഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നുള്ളതാണ് UPIയുടെ പൂർണ്ണമായ നാമം. യുണൈറ്റഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നതാണ് UPIയുടെ പൂർണ്ണമായ നാമധേയം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവും. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്ക് എല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ് എന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകമാണ് സ്റ്റാർ ലൈനർ എന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിച്ച ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ് പേടകമാണ് സ്റ്റാർ ലൈനർ. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികരാണ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികരാണ്. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS ശിവാലിക്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ ആണ് INS ശിവാലിക്. വേദി അലാസ്കയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമെക്സ് 24? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമെക്സ് 24 എന്നത്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് നീത കെ ഗോപാൽ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ആണ് നീത കെ ഗോപാൽ. ഭാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്